വാട്ടക്കിഴങ്ങില്ലാത്ത കോട്ടപ്പുറം ചന്ത പോലെ എന്ന ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടില്ല? നമ്മുടെ സലീമേട്ടൻ ഒരു സിനിമയിൽ എടുത്തു പറഞ്ഞ അതേ കോട്ടപ്പുറം ചന്തയിലോട്ട് പോയൊരു ദിവസം ഉണ്ട്. വണ്ടി ഓടിച്ച് തന്നെ കോട്ടപ്പുറം ചന്തയെ കൊണ്ടിറക്കിയത് നമ്മുടെ ലൂക്കാച്ചനായിരുന്നു. തിങ്കളും വ്യാഴമാണ് കോട്ടപ്പുറത്ത് ചന്തയുള്ള ദിവസങ്ങൾ. കേരളത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന മാർക്കറ്റുകളിൽ ഒന്നാണ് നമ്മുടെ കോട്ടപ്പുറം ചന്ത. അതായത് 1700കളിൽ ചട്ടത്തമ്പുരാന്റെ കാലഘട്ടം മുതലുള്ളതാണ് ഈ കോട്ടപ്പുറം ചന്ത എന്നാണ് പറയപ്പെടുന്നത്. പിന്നെയാണെങ്കിൽ 1970കളിൽ എന്റെ അപ്പൂപ്പൻ കോട്ടപ്പുറം ചന്തയിൽ സാധനങ്ങൾ എടുത്തിട്ട് കൃഷ്ണൻകോട്ടിൽ ചെറിയൊരു പലചരക്ക് കട നടത്തി വന്നിട്ടുണ്ടായിരുന്നു. കച്ചവടക്കാർ മാത്രമല്ല, വീട്ടാവശ്യങ്ങൾക്കായി പോലും മെയിൻ ആയിട്ട് കോട്ടപ്പുറം ചന്തയിൽ വന്നിട്ടാണ് ആൾക്കാർ സാധനങ്ങൾ വാങ്ങിച്ചിട്ട് പോകാറുണ്ട്. അങ്ങനെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും പല ആൾക്കാർ ഇവിടെ വന്നിട്ട് സാധനങ്ങൾ എടുത്തിട്ട് പോകാറുണ്ട്. ഈ വഴി എപ്പോ പോയാലും ഈ കാണുന്ന പോലെ ചേട്ടന്മാർ വണ്ടിയിൽ നിന്ന് ലോഡ് ഇറക്കുന്നത് നോക്കി നിന്ന് പോകാറുണ്ട്. അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്നൊക്കെ പറയും. അതേപോലെ കോട്ടപ്പുറം ചന്തയിൽ ഇല്ലാത്ത സാധനങ്ങളില്ല. അത് ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ. എന്തിനാ എനിക്ക് കല്യാണം കഴിക്കാനായിട്ട് പെണ്ണ് കിട്ടിയതും കോട്ടപ്പുറത്ത് നിന്നാണ്. ഈ ഒരു സ്ഥലത്ത് മാർക്കറ്റ് വരാനായിട്ട് വേറൊരു കാരണം കൂടി, ജലഗതാഗതമായിരുന്നല്ലോ പണ്ടൊക്കെ മെയിൻ ആയിട്ട്. അപ്പൊ ചരക്കുകൾ ഇവിടേക്ക് എത്തിക്കാനും ഇവിടുന്ന് കൊണ്ടുപോകാനായിട്ട് മെയിൻ ആയിട്ട് ജലപാത തന്നെയായിരുന്നു യൂസ് ചെയ്ത് വന്നിരുന്നത്. അപ്പോൾ ഇതിനേക്കാൾ പറ്റിയ സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ വേറെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഈ മാർക്കറ്റിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. 150 വർഷങ്ങൾക്ക് മേലെ പഴക്കമുള്ള ബിൽഡിംഗ് വരെ ഇപ്പോഴും ഇവിടെ ഉണ്ട്. കുറെയൊക്കെ ഈ അടുത്തായിട്ട് റീഡിസൈൻ ചെയ്തെങ്കിലും ഇപ്പോഴും പഴയ ഡിസൈൻസിലുള്ള കെട്ടിടങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മെയിൻ ആയിട്ട് ഞാനിന്ന് ഇവിടെ വരാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ പീനട്സ് അന്വേഷിച്ചിട്ടാണ്. അതെന്തായാലും ഈ ചേട്ടന്റെ കടയിൽ നിന്ന് കിട്ടിയായിരുന്നു. പക്ഷെ വന്നപ്പോ ഉണ്ട് എവിടെ നോക്കിയാലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അങ്ങനെ 1 കിലോ കപ്പലണ്ടി വാങ്ങിക്കാനായിട്ട് വന്ന ഞാൻ ഒരു ചാക്ക് സാധനങ്ങളായിട്ടാണ് വീട്ടിലോട്ട് പോയി. പിന്നെ വിഷുവും ഈസ്റ്ററൊക്കെ ഉള്ള വരണം. അപ്പൊ ഈ കട നോക്കി വെച്ചോട്ടെ. മാർക്കറ്റിന്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം എല്ലാ പടക്കുകളും കിട്ടുന്ന ഒരു കട. ഇനി ആദ്യം ഞാൻ പറഞ്ഞ വാട്ടകളും കാര്യം കണ്ടില്ലെന്ന് പറയുന്നത് ഇതാണ് സംഭവം.